രാഹുൽ മാങ്കൂട്ടത്തിൽ 9:20 നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തി. ലിഫ്റ്റിൽ സാധാരണ കയറുന്ന വഴി തന്നെ അദ്ദേഹം മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുൽ നിയമസഭയ്ക്കുള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പ്രതിഷേധ സ്വരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എതിർപ്പ്, പ്രതിപക്ഷ നിരയുടെ ഒന്നടങ്കമുള്ള എതിർപ്പ് ഞങ്ങളുടെ കൂട്ടത്തിലില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പ്രതിപക്ഷം പ്രഖ്യാപിക്കുകയും സ്പീക്കറെ അറിയിക്കുകയും ചെയ്തതിനു ശേഷവും അതെല്ലാം അവഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. നിയമസഭ തുടങ്ങുന്ന അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നില്ല. പക്ഷേ 20 മിനിറ്റ് വൈകി സഭാ സമ്മേളന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ സ്പീക്കർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കത്ത് നൽകിയിരുന്നില്ല. അദ്ദേഹം അവധിയാണെന്നോ അല്ലെങ്കിൽ എത്തില്ലെന്നോ ഉള്ള കാരണം കാണിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ എത്താനുള്ള ഒരു സാധ്യത വളരെ ശക്തവുമായിരുന്നു. സഭാ സമ്മേളനമൊക്കെ തുടങ്ങി എല്ലാവരുടെയും ശ്രദ്ധ നിയമസഭാ സമ്മേളനത്തിനകത്ത് നടക്കുന്ന ചരമോപചാരത്തിലേക്ക് മാറിയതിന് ശേഷം മാത്രം അകത്തേക്ക് എത്തിയാൽ മതി. പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെ ശ്രദ്ധ കുറച്ച് കുറയും എന്നത് മനസ്സിലാക്കി അല്ലെങ്കിൽ എന്ന കണക്കൂട്ടലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സുഹൃത്തിൻ്റെ വാഹനത്തിലെത്തിയത്. നേമം ഷജീർ യൂത്ത് കോൺഗ്രസ് നേതാവ് ആണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് പ്രകാരം രാഹുലിനെ UDFിൻ്റെ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം സ്പീക്കർ AN ഷംസീർ എടുത്തിരുന്നു. പ്രതിപക്ഷ നിരയിൽ ഏറ്റവും അവസാനത്തെ സീറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുമെന്ന് സ്പീക്കർ തീരുമാനമെടുത്തിരിക്കുന്നത്.